വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. എന്നത്തെയും പോലെ നമ്മൾ ഇന്നും നമ്മുടെ ലാസ്റ്റ് ഗ്രേഡിന് വേണ്ടിയിട്ട് അല്ലെ, കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡിന് വേണ്ടിയിട്ടുള്ള കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് അപ്ലോഡ് ചെയ്യാണ്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ അടുത്ത മാസം തന്നെ നവംബറിൽ തന്നെ കമ്പനി ബോർഡ് LGSന്റെ വിജ്ഞാപനം വരുന്നതാണ് പറയണേ. അപ്പോൾ വളരെ ഗൗരവപൂർവ്വം നിങ്ങൾ പഠിക്കുക. പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് എന്താ പറയുക, സംശയമുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കാൻ പറയാം. ഞാൻ എപ്പോഴും പറയും, ക്ലാസ് കേട്ടുകൊണ്ടിരിക്കലെ തന്നെ ഒരു പേനയും പുസ്തകം എടുത്ത് കൈ പിടിക്കുക. നിങ്ങൾ ക്ലാസ് കേൾക്കുക, അതേസമയം എഴുതുക എന്നുള്ളതാണ് ഞാൻ പറയാ. അപ്പോൾ നമ്മളൊരു 15-20 ക്വസ്റ്റ്യൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇന്നൊരു 20 ക്വസ്റ്റ്യൻ നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ പഠിക്കാം. അങ്ങനെ ചില ദിവസങ്ങളിൽ പരമാവധി ഞാൻ റിപ്പീറ്റേഷൻ ഇല്ലാണ്ട് ശ്രമിക്കുന്നുണ്ട്. ഒന്നോ രണ്ടോ ചിലപ്പോൾ ഒരെണ്ണമൊക്കെ വന്നേക്കാം. അത് ക്ലിയർ ആയിട്ട് തന്ന കാര്യങ്ങൾ പരമാവധി ചിലത് എനിക്ക് ഓർമ്മയില്ലാത്തത് കൊണ്ട് വരുന്നതാവാം. അപ്പൊ ഈ എന്താ വെച്ചാൽ ഡെയിലി വരുന്ന കാര്യങ്ങൾ കൂടാതെ മുൻ വർഷത്തെയും കൂടിയും തരുന്നുണ്ട് നമ്മള്. കാരണം അങ്ങനെ തന്നാൽ ഒരു 2 വർഷത്തേക്ക് കറണ്ട് അഫയേഴ്സ് നിങ്ങൾ പഠിച്ചു വെച്ചാലേ കാര്യമുള്ളൂ. അതുകൊണ്ടാണ്. അപ്പൊ ക്ലിയർ ആയിട്ട് പഠിക്കാട്ടോ. അതിന്റെ ഇടയിൽ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഒരു കുട്ടി പറഞ്ഞു, കമന്റിൽ ഞാൻ കണ്ടിരുന്നു, എഴുതുന്ന അങ്ങോട്ട് ക്ലിയർ ആവണില്ല. ഞാൻ ഡിജിറ്റൽ പെൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല. അത് എന്റെ മുമ്പത്തെ സ്റ്റുഡൻസിന് അറിയാം. അപ്പൊ പുതിയ കുട്ടികൾ ഒന്ന് ക്ഷമിക്കുക. ഞാൻ പരമാവധി റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കാം. മാക്സിമം കൈഷം നന്നാക്കാനും ശ്രമിക്കാം കേട്ടോ. അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 59ാമത്തെ ജ്ഞാനപീഠം പുരസ്കാരം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. 59ാമത്തെ ജ്ഞാനപീഠം കിട്ടി, അത് നമുക്കറിയാം. 59ാമത്തെ ജ്ഞാനപീഠം ആർക്കാണ് 59ാമത്തെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്? 59ാമത്തെ ജ്ഞാനപീഠം ലഭിച്ച വ്യക്തിയുടെ പേര് നമുക്കറിയാം, വിനോദ് കുമാർ ശുക്ലയാണ്. ആർക്കാണ്? വിനോദ് കുമാർ ശുക്ല. വിനോദ് കുമാർ ശുക്ല. ചോദ്യം അതല്ല കേട്ടോ, വിനോദ് കുമാർ ശുക്ല. അപ്പൊ നമ്മളൊരു ചോദ്യം അവിടുന്ന് പഠിച്ചു കഴിഞ്ഞു. 59ാമത്തെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് വിനോദ് കുമാർ ശുക്ലയാണ്. അദ്ദേഹം ഏത് ഭാഷയിലെ എഴുത്തുകാരനാണ് എന്നാണ് ചോദിക്കുന്നത്. അദ്ദേഹം ഹിന്ദി ഭാഷയിലെ എഴുത്തുകാരനാണ്. ക്ലിയർ ആയോ മക്കളെ? 59ാമത്തെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവായ വിനോദ് കുമാർ ശുക്ല ഏത് ഭാഷയിലെ എഴുത്തുകാരനാണ്? ഹിന്ദി ഭാഷ. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് ഒരു തരത്തിലുള്ള മരത്തിന്റെ പേരാണ് ചീനാർ മരം. എന്താണ്? ചീനാർ. ഈ ചീനാർ മരത്തിന്റെ സംരക്ഷണത്തിനായിട്ട് ട്രീ ആധാർ പ്രോജക്റ്റ് ആരംഭിച്ചത് എവിടെയാണ്? പ്രോജക്റ്റിന്റെ പേര് ട്രീ ആധാർ പ്രോജക്റ്റ്. ഈ മരം സംരക്ഷിക്കാനായിട്ട് ട്രീ ആധാർ പ്രോജക്റ്റ് ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം ജമ്മു കാശ്മീർ സംസ്ഥാനത്താണ്. എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ്. സംസ്ഥാനമല്ല, അല്ലെ, കേന്ദ്രഭരണ പ്രദേശം. അപ്പൊ ആ കാര്യം ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? അപ്പൊ ആദ്യം എന്താ പറഞ്ഞത് നമ്മള്? 59ാമത്തെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവായ വിനോദ് കുമാർ ശുക്ല ഏത് ഭാഷയിലെ എഴുത്തുകാരൻ? ഹിന്ദി ഭാഷ. ചീനാർ മരങ്ങളുടെ സംരക്ഷണത്തിനായി ട്രീ ആധാർ പ്രോജക്റ്റ്, പ്രോജക്റ്റിന്റെ പേരെന്താ? ട്രീ ആധാർ പ്രോജക്റ്റ് ആരംഭിച്ചത് എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ്. അടുത്ത ചോദ്യം ഇതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ജിയോ സയൻസ് മ്യൂസിയം ആരംഭിച്ചത് എവിടെയാണ്? ഇന്ത്യയില് ആദ്യമായിട്ട് എവിടെയാണ് ഒരു ജിയോ സയൻസ് മ്യൂസിയം? മ്യൂസിയത്തിന്റെ പേരാണ് ജിയോ സയൻസ്. അപ്പൊ ജിയോ സയൻസ് മ്യൂസിയം ഇന്ത്യയിൽ ആദ്യമായിട്ട് ആരംഭിച്ചത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം ഗ്വാളിയോറിലാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ജിയോ സയൻസ് മ്യൂസിയം ആരംഭിച്ചത് എവിടെയാണ്? ഗ്വാളിയോറിൽ. ഒന്നും കൂടെ പറഞ്ഞ, ഇന്ത്യയിൽ ആദ്യത്തെ ജിയോ സയൻസ് മ്യൂസിയം എവിടെയാണ് കൊണ്ടുവന്നത്? ഗ്വാളിയോറിൽ. ഇനി കേന്ദ്ര സർക്കാർ, നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് 150 രൂപ വിലയുള്ള സ്മാരക നാണയം പുറത്തിറക്കി. 150 രൂപയുടെ സ്മാരക നാണയം സെൻട്രൽ ഗവൺമെന്റ് പുറത്തിറക്കുകയുണ്ടായി. അത് ആരുടെ ഓർമ്മയ്ക്കായിട്ടാണ്, അല്ലെങ്കിൽ ആരുടെ ജന്മദിനത്തോട് അനുബന്ധിച്ചാണ്? അദ്ദേഹത്തിന്റെ പേര് ബിർസ മുണ്ട എന്നാണ്. അദ്ദേഹത്തിന്റെ ജന്മദിനത്തെ കുറിച്ച് ഒക്കെ നമ്മൾ മുമ്പ് ബിർസ മുണ്ടയുടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ക്ലാസ് കറണ്ട് അഫയേഴ്സിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഞാൻ പറയില്ല, അപ്പൊ അത് കണ്ടു നോക്കുക.
150 രൂപയുടെ സ്മാരക നാണയം കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത് ആരുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ്? ബിർസ മുണ്ട. അടുത്തത്, സുപ്രീം കോടതിക്ക് പുതിയൊരു പതാക. സുപ്രീം കോടതിയുടെ പുതിയ പതാകയുടെ നിറം എന്ത്? സുപ്രീം കോടതിയുടെ പുതിയ പതാകയ്ക്ക് എന്ത് നിറമാണ് കൊടുത്തിരിക്കുന്നത്? കേട്ടോ, പുതിയ പതാകയ്ക്ക് കൊടുത്തിരിക്കുന്ന നിറം നീല നിറമാണ്. എന്ത് നിറമാണ്? നീല നിറം. സുപ്രീം കോടതിയുടെ പതാകയുടെ നിറം നീല. 5 ചോദ്യങ്ങൾ പറഞ്ഞ്. സുപ്രീം കോടതിയുടെ പതാകയുടെ നിറം നീല. 150 രൂപയുടെ സ്മാരക നാണയം കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത് ആരുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ്? ബിർസ മുണ്ട. ഇന്ത്യയിൽ ആദ്യത്തെ ജിയോ സയൻസ് പാർക്ക് എവിടെയാ നിലവിൽ വന്നത്? മ്യൂസിയം എവിടെയാ നിലവിൽ വന്നത്? ഗ്വാളിയോറില്. ചിനാർ മരങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ട്രീ ആധാർ പ്രോജക്ട് ആരംഭിച്ചത് എവിടെ? ജമ്മു കാശ്മീർ. 59ാമത്തെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവായ വിനോദ് കുമാർ ശുക്ല ഏത് ഭാഷയിലെ എഴുത്തുകാരനാണ് മക്കളെ? ഹിന്ദി ഭാഷയിലെ എഴുത്തുകാരനാണ്. ഇത്രയും കാര്യം ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരികയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഒരു സ്കൂളിന്റെ പേരാ നമ്മൾ പറയണേ. 3D പ്രിന്റഡ് സ്കൂൾ. ഇന്ത്യയിലെ ആദ്യത്തെ എന്താണ്? 3D പ്രിന്റഡ് സ്കൂൾ. ഇന്ത്യയിലെ ആദ്യത്തെ 3D പ്രിന്റഡ് സ്കൂൾ. അപ്പൊ ആ സ്കൂളിന്റെ പേരെന്താന്നും കൂടെ നമ്മൾ പഠിച്ചു വെക്കണം. ഇന്ത്യയിലെ ആദ്യത്തെ 3D പ്രിന്റഡ് സ്കൂളായ പാച്ചിൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. എന്താണ്? പാച്ചിൻ. പായാണ്. പാച്ചിൻ എന്നാണ് പേര്. പാച്ചിൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഈ സ്കൂള് ഏത് സംസ്ഥാനത്താണ്? എവിടെയാണ്? അരുണാചൽ. എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ 3D പ്രിന്റഡ് സ്കൂളിന്റെ പേരും കൂടെ പഠിക്കാം. പാച്ചിൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഇത് എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്. എവിടെയാണ്? അരുണാചൽ പ്രദേശ്. ഇനി ഇന്ത്യയിലെ പുതിയ നിയമങ്ങൾ വന്നു. അങ്ങനെ പുതിയതായി നിലവിൽ വന്ന ക്രിമിനൽ നിയമപ്രകാരം ഇന്ത്യയിൽ പുതിയതായിട്ട് നിലവിൽ വന്ന എന്ത് നിയമമാണ്? ക്രിമിനൽ നിയമപ്രകാരം ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത് എവിടെ? ആദ്യത്തെ കേസ് എവിടെയാ രജിസ്റ്റർ ചെയ്തതെന്ന് ഓർത്തു വെക്കുക. ഗ്വാളിയോറിലാണ്. എവിടെയാണ്? ഗ്വാളിയോറിലാണ്. ക്ലിയർ ആയോ മക്കളെ? ഇന്ത്യയിലെ പുതിയതായിട്ട് നിലവിൽ വന്ന ക്രിമിനൽ നിയമപ്രകാരം ആദ്യമായിട്ട് കേസ് രജിസ്റ്റർ ചെയ്തത് ഗ്വാളിയോറിലാണ്. ക്ലിയർ ആയോ? ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ATM. അപ്പൊ നമുക്കറിയാം, ആദ്യം കാശിന് ATM വന്നു, പിന്നെ മിൽക്കിന് ATM വന്നു, പിന്നെ വാട്ടർ ATM വന്നു. അങ്ങനെ പലതരത്തിലുള്ള ATMൽ നമ്മുടെ അവിടെ വന്നു. അങ്ങനെ ഭക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള ഭക്ഷ്യധാന്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഇന്ത്യയിൽ ആദ്യത്തെ ATM. ആ ATMന്റെ പേരെന്താണ്? അന്നപൂർത്തി ATM. എന്താണ്? അന്നപൂർത്തി. ക്ലിയർ ആയോ? അപ്പൊ ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമാകുന്നതിനുള്ള ഇന്ത്യയിൽ ആദ്യത്തെ ATM ആയ അന്നപൂർത്തി ATM സ്ഥാപിച്ചത് ഏത് സംസ്ഥാനമാണ്? ഒഡീഷ സംസ്ഥാനമാണ്. സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ്. ക്ലിയർ ആയോ? അപ്പൊ ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി, ഭക്ഷ്യധാന്യങ്ങൾ ATMൽ കൂടെ ലഭിക്കുന്നതിന് വേണ്ടി അന്നപൂർത്തി ATM എന്ന് പറയുന്ന ATM ഒഡീഷ ഗവൺമെന്റ് കൊണ്ടുവന്നു. അല്ലെങ്കിൽ ഒഡീഷ സംസ്ഥാനത്ത് വന്നു. ക്രിമിനൽ നിയമപ്രകാരമുള്ള ഇന്ത്യയിൽ ആദ്യത്തെ കേസ് ഗ്വാളിയോറിൽ രജിസ്റ്റർ ചെയ്തു. ഇന്ത്യയിൽ ആദ്യത്തെ 3D പ്രിന്റഡ് സ്കൂളിന്റെ പേര് പാച്ചിൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നാണ്. അതെവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്. അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ? അടുത്ത ചോദ്യം. നമ്മുടെ രാഷ്ട്രപതി ഭവൻ ഉണ്ടല്ലോ. രാഷ്ട്രപതി ഭവനിലെ അശോക് ഹാൾ ഉണ്ട്. രാഷ്ട്രപതി ഭവനിലെ അശോക് ഹാൾ. രാഷ്ട്രപതി ഭവനിലെ അശോക് ഹാളിന്റെ പുതിയ പേര് എന്ത് എന്നാണ് ചോദിക്കുന്നത്. അതിന് കൊടുത്തിരിക്കുന്ന പുതിയ പേര് അശോക് മണ്ഡപ് എന്നാണ്. എന്താണ്? അശോക് മണ്ഡപ്. അപ്പൊ രാഷ്ട്രപതി ഭവനിലെ അശോക് ഹാളിന്റെ പുതിയ പേര് അശോക് മണ്ഡപ് എന്നാണ്. അശോക് മണ്ഡപ്. ഇനി അടുത്തത്, ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ ലോട്ടറി. ഇന്ത്യയിൽ ആദ്യമായിട്ട് എന്താരംഭിക്കുകയാണ്? ഡിജിറ്റൽ ലോട്ടറി. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ലോട്ടറി. മനസ്സിലാവുന്നുണ്ടല്ലോ? ഡിജിറ്റൽ ലോട്ടറി. ആ ലോട്ടറിയുടെ പേരാണ് ഈസി ലോട്ടറി. എന്താ മക്കളെ?
ഈസി ലോട്ടറി. ഇപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ലോട്ടറിയായ ഈസി ലോട്ടറി അവതരിപ്പിച്ചത് ഏത് സംസ്ഥാനമാണ്? മേഘാലയ. ഏതാണ് സംസ്ഥാനം? മേഘാലയ. ഇപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ലോട്ടറിയുടെ പേര് ഈസി ലോട്ടറി എന്നാണ്. ആ ഈസി ലോട്ടറി അവതരിപ്പിച്ച സംസ്ഥാനത്തിന്റെ പേര് മേഘാലയ എന്നാണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്തത്, ഇന്ത്യയിലെ ചരിത്രത്തിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബഡ്ജറ്റുകൾ അവതരിപ്പിച്ചത്, ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ തുടർച്ചയായി ഏറ്റവും കൂടുതൽ, ഇന്ത്യ ചരിത്രത്തിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുക ആരാ? കേന്ദ്ര ധനകാര്യമന്ത്രി. ആരാണ് അവര്? നിർമ്മല സീതാരാമൻ. ഇതൊക്കെ നമുക്ക് അറിയുന്നതാ അല്ലെ. നിർമ്മല സീതാരാമനാണ്. അപ്പൊ ഇന്ത്യ ചരിത്രത്തില് ഏറ്റവും കൂടുതൽ ബഡ്ജറ്റുകള് തുടർച്ചയായി അവതരിപ്പിച്ചത് ആരാണ്? നമ്മുടെ നിർമ്മല സീതാരാമനാണ്. ഇന്ത്യക്കുള്ളില് സർവീസ് നടത്തുന്ന വിമാനങ്ങൾ ഉണ്ടല്ലോ, ഇന്ത്യയുടെ ഉള്ളില് വിമാനങ്ങൾ. ആ ഇന്ത്യയുടെ ഉള്ളിലെ വിമാനങ്ങളില് ഇന്റർനെറ്റ് ലഭ്യത നല്ല രീതിയിൽ കിട്ടാനായിട്ട്, ഇന്റർനെറ്റ് ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനായിട്ട് നമ്മൾ ഒരു ഉപഗ്രഹം വിക്ഷേപിക്കുന്നു. ഏതാണ്? ഉപഗ്രഹം വിക്ഷേപിക്കുന്നു. ആ ഉപഗ്രഹത്തിന്റെ പേര് GSAT-N2 എന്നാണ്. GSAT കേട്ടോ, GSAT. എന്താണ്? GSAT-N2. N2 ക്ലിയർ ആയോ? നിങ്ങൾക്ക് ഇന്ത്യയുടെ ഉള്ളില് യാത്ര ചെയ്യുന്ന വിമാനങ്ങളില് ഇന്റർനെറ്റ് സൗകര്യം നല്ല രീതിയിൽ ലഭ്യമാക്കാൻ ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് GSAT-N2. എന്താണ്? GSAT-N2. ക്ലിയർ ആയില്ലേ? ഇന്ത്യയിലെ ഏറ്റവും വലിയ പുള്ളിപ്പുലി സഫാരി പാർക്ക്, ഇന്ത്യയിലെ ഏറ്റവും വലിയ പുള്ളിപ്പുലികളെ കാണപ്പെടുന്ന സഫാരി പാർക്ക്, അത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയതാണ് എന്ന് മനസ്സിലാക്കുക. ആ സഫാരി പാർക്ക് ഏതാണെന്ന് അറിയോ നിങ്ങൾക്ക്? ബന്നാർഘട്ട. എന്താണ്? ബന്നാർഘട്ട എന്നാണ് ഇതിന്റെ പേര്. ബന്നാർഘട്ട ബയോളജിക്കൽ പാർക്കാണത്. എന്താണ്? ബയോളജിക്കൽ പാർക്കാണ്. ഇത് എവിടെയാന്നാ മനസ്സിലാക്കണ്ടേ? കർണാടകത്തിലാണ്. ഓക്കെ, ഇതിന് നമുക്ക് രണ്ട് ഉത്തരം ഉണ്ട് ഇല്ലേ? അതായത് രണ്ട് കാര്യങ്ങൾ ഒരേ സമയം നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ രണ്ട് ഉത്തരങ്ങൾ ഏതാ? ഇന്ത്യയിലെ ഏറ്റവും വലിയ പുള്ളി സഫാരി പാർക്കിന്റെ പേര് ബന്നാർഘട്ട ബയോളജിക്കൽ പാർക്ക്. അപ്പൊ അതൊരു ബയോളജിക്കൽ പാർക്കാന്ന് മനസ്സിലായി, സഫാരി പാർക്കാന്ന് മനസ്സിലായി. അതെവിടെയാന്ന് മനസ്സിലായി? കർണാടകത്തിലാന്ന് മനസ്സിലായി. ക്ലിയർ ആയില്ലേ? അപ്പൊ അശോക് ഹാളിന്റെ, രാഷ്ട്രപതി ഭവനിലെ അശോക് ഹാളിന്റെ പുതിയ പേര് അശോക് മണ്ഡപ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ലോട്ടറി ഈസി ലോട്ടറി ആരംഭിച്ചു മേഘാലയ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി ബഡ്ജറ്റ് അവതരിപ്പിച്ചു നിർമ്മല സീതാരാമൻ. ഇന്ത്യയുടെ ഉള്ളിൽ തന്നെ എന്താ പറയാ, സഞ്ചരിക്കുന്ന വിമാനങ്ങൾക്ക് ഇന്റർനെറ്റ് ലഭ്യത കുറച്ചും കൂടി നല്ല രീതിയിൽ കിട്ടാൻ ഇന്ത്യ ഒരു ഉപഗ്രഹം നിക്ഷേപിക്കുകയാണ് GSAT-N2. ഇന്ത്യയിലെ ഏറ്റവും വലിയ പുള്ളിപ്പുലി സഫാരി പാർക്കായ ബന്നാർഘട്ട ബയോളജിക്കൽ പാർക്ക് കാണപ്പെടുന്നത് കർണാടകയിലാണ്. ഇത്രയും ക്ലിയർ ആയില്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് വരികയാണ്. ഇന്ത്യൻ പാർലമെന്റിന്റെ സുരക്ഷാ ചുമതല, നമ്മൾ പുതിയ പാർലമെന്റ് മന്ദിരമൊക്കെ പണിതു, അതിനെക്കുറിച്ച് നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചു. അങ്ങനെ ഇന്ത്യൻ പാർലമെന്റ് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാണാത്ത കുട്ടികൾ ക്ലാസ് കണ്ടുപിടിക്കണം കേട്ടോ. നമ്മൾ അത് കോൺസ്റ്റിറ്റ്യൂഷനിലെ പഴയ പാർലമെന്റ് മന്ദിരവും പുതിയ പാർലമെന്റ് മന്ദിരവും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യൻ പാർലമെന്റിന്റെ സുരക്ഷാ ചുമതല ഏറ്റെടുത്ത കേന്ദ്ര പോലീസ് സേന ഏതാണ്? അതാണ് CISF. അപ്പൊ ഏത് കേന്ദ്ര പോലീസ് സേനയാണ് ഇന്ത്യൻ പാർലമെന്റിന്റെ സുരക്ഷാ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്? അത്രയേ ഉള്ളൂ ഇതില്. CISF ആണ്. ഇനി ഇന്ത്യ അന്റാർട്ടിക്കയില് ഇന്ത്യയുടെ കാര്യമൊക്കെ നമുക്ക് അറിയാം അല്ലെ. ഇന്ത്യ അന്റാർട്ടിക്കയില് എന്താ ചെയ്യാൻ പോണേ? പുതിയൊരു ഗവേഷണ കേന്ദ്രം തുടങ്ങാണ്. ഇന്ത്യ അന്റാർട്ടിക്കയിൽ ആരംഭിക്കുന്ന പുതിയ ഗവേഷണ കേന്ദ്രത്തിന്റെ പേര് മൈത്രി 2 എന്നാണ്. എന്താണ് അതിന്റെ പേര് നാട്ടോ പഠിക്കണ്ടേ? ഇന്ത്യ അന്റാർട്ടിക്കയിൽ സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന പുതിയ ഗവേഷണ കേന്ദ്രത്തിന്റെ പേര് മൈത്രി 2 എന്നാണ്. എന്താ പേര്? മൈത്രി 2 എന്നാണ്. അടുത്തത് നിങ്ങൾക്ക് അറിയുണ്ടാവും, ദേശീയ വനിതാ കമ്മീഷൻ. അറിയാം അല്ലെ? ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ ആര് എന്നാണ് ഞാൻ ഇവിടെ ചോദിക്കുന്നത്. ഉത്തരം അറിയാന്ന് വിചാരിക്കുന്നു. ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ ആരാണ്? വിജയ് കെ രഹത്കർ. ആരാണ്? വിജയ് കെ
രഹാത്കർ, വിജയ് കെ രഹാത്കർ. ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ വിജയ് കെ രഹാത്കർ. ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ വിജയ് കെ രഹാത്കർ. ഇന്ത്യ അന്റാർട്ടിക്കയിൽ സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന പുതിയ ഗവേഷണ കേന്ദ്രം മൈത്രി 2. ഇന്ത്യൻ പാർലമെന്റ് സുരക്ഷാ ചുമതല ഏറ്റെടുത്തിരിക്കുന്ന കേന്ദ്ര പോലീസ് സേന CISF. ഇന്ത്യയിലെ ഏറ്റവും വലിയ പുള്ളിപ്പുലി സഫാരി പാർക്ക് പന്നാർക്കട്ട ബയോളജിക്കൽ പാർക്ക് എവിടെ? കർണാടക. ട്ടോ, ഇത്രയും കാര്യം ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്തതാണ്. ഇനി അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ AI അധിഷ്ഠിത AI അധിഷ്ഠിത AI അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആരാണ്? അവര് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആരാണ്? ദേവിക. എന്താ അവരുടെ പേര്? ദേവിക. ഇന്ത്യയിലെ ആദ്യത്തെ AI അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആരാണ്? ദേവികയാണ്. ഇനി നമ്മുടെ സുപ്രീം കോടതിയുടെ നമ്പറൊക്കെ ചോദിക്കും നമുക്ക്. അതായത് ചീഫ് ജസ്റ്റിസിന്റെ 52ാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിതൻ ആയത് ആരാണ്? BR ഗവായ്. BR ഗവായ്. ഇന്ത്യയിലെ നമ്മുടെ സുപ്രീം കോടതിയുടെ 52ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് BR ഗവായ്. ക്ലിയർ ആയോ? ഇന്ത്യയില് ഏത് സായുധ സേനയുടെ ആസ്ഥാന മന്ദിരത്തിന്റെ പേരാണ് നൗസേനാ ഭവൻ? ഈ നൗസേനാ ഭവൻ ഏത് സായുധ സേനയുടെ ആസ്ഥാന മന്ദിരമാണ്? നാവികസേന. എന്താ അതിന്റെ പേര്? നാവികസേന. അപ്പൊ നാവികസേനയുടെ ആസ്ഥാന മന്ദിരമാണ് നൗസേനാ ഭവൻ. എന്താണ്? നൗസേനാ ഭവൻ. ക്ലിയർ ആയോ മക്കളെ? ഇനി അടുത്തത്, ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിനായിട്ട് ഇന്ത്യ ഒരു ഉപഗ്രഹം വിക്ഷേപിച്ചു. ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളുടെ പഠനം നടത്താനായിട്ട് ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ ഉപഗ്രഹത്തിന്റെ പേര് എക്സ്പോസാറ്റ് എന്നാണ്. എന്താണ്? എക്സ്പോസാറ്റ്. ക്ലിയർ ആയോ? എക്സ്പോസാറ്റ്. ക്ലിയർ ആയോ? ബഹിരാകാശത്ത് എക്സ്റേ എന്താ പറയാ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തെ കുറിച്ച് അതിനു വേണ്ടിയിട്ട് ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ ഉപഗ്രഹമാണ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും എക്സ്പോസാറ്റ് എന്ന് പറയാം. അപ്പൊ നമ്മൾ ഇന്ന് 20 ക്വസ്റ്റ്യൻ പഠിച്ചു. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാതും ഭംഗിയായിട്ട് പഠിപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് അതാത് ദിവസം ക്ലിയർ ആയിട്ട് പഠിച്ചു പോകാൻ ശ്രമിക്കുക. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ആ ഉത്തരം ക്വസ്റ്റ്യൻസിൽ കാണുമ്പോൾ വളരെ ഭംഗിയായിട്ട് അത് ഓർമ്മയുണ്ടാവും. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇന്ന് നമ്മൾ 20 ഔട്ട് ഓഫ് 20 നേടിയില്ലേ മക്കളെ? അപ്പോ ടീച്ചറുടെ കൂടെ കൂടിക്കോളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് 20 ഔട്ട് ഓഫ് 20 കിട്ടാനുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ മാക്സിമം ഞാൻ ചെയ്തു തരണ്ടായിരിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ഇതുപോലെ തന്നെ മറ്റു ക്ലാസ്സുകൾ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാവും. അതിനു മുമ്പ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക. എൻ്റെ ക്ലാസ് ഒന്ന് ഇഷ്ടമാവാൻ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പൊ നമുക്ക് നാളെ കാണാം കേട്ടോ.